ഓർമ്മ ശരിയാണെങ്കിലേ ഞാൻ ഇതുവരെ എൻ്റെ പിറന്നാളിന് കേക്ക് മുറിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉപ്പാക്ക് ഇഷ്ടമല്ല ഈ കേക്ക് മുറിക്കുന്നു ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാര്യങ്ങളൊന്നും. അതുകൊണ്ട് ചെറുപ്പം മുതലേ ആ ഒരു കാര്യമൊന്നും ഞങ്ങൾക്ക് 4 പേർക്കും ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് മിഠായിയൊക്കെ വാങ്ങിത്തരും. നമ്മൾ സ്കൂളിൽ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ കുറച്ച് മിഠായി വാങ്ങിത്തരും. വീട്ടിൽ ചെറുതായിട്ട് പായസം വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിക്കുക ആ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഇന്നിപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പേരക്കുട്ടികളൊക്കെ ആയപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, അന്ന് വിശേഷ ദിവസങ്ങളിൽ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്ന പല ഐറ്റംസും ഇപ്പോൾ നമുക്ക് ഒരു നൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഞാനിതാ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയ ശേഷം മഞ്ഞയിലോട്ട് വാനില എസൻസും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കുറച്ച് ബട്ടർ, എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തു. പിന്നെ മുട്ടൻ്റെ വെള്ള പഞ്ചസാര ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൈദയൊക്കെ ഇട്ട് മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു 25 മിനിറ്റിന് ശേഷം കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. വാനില സ്പോഞ്ചാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇതിലോട്ട് കുറച്ച് പാല് തിളപ്പിച്ചിട്ട് കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കൂട്ട് അവിടെ റെഡിയാക്കിയ ശേഷം പിന്നെ ഞാൻ എന്താ കേക്ക് 2ആയി മുറിച്ചിട്ട് ആ ഒരു കേക്കിൻ്റെ ടിന്നിൽ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിന് ഫ്രഷ് ക്രീമാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഇത് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അടുത്ത ലെയറും കൂടി വെച്ചു, ക്രീം ഇട്ടു, കസ്റ്റേർഡ് മിക്സ് ഇട്ടു. ഇനി ഇതിൻ്റെ മേലോട്ട് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് റസ്ലുൻ്റെ മിൽക്കി ബാറാണ് കേട്ടോ പൊട്ടിച്ച് നോക്കി ഇട്ട് കൊടുത്തത്. ഇത് ഞാനൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മെൽറ്റ് ആവാൻ വെക്കണം. അപ്പോൾ ആ ക്രീമും ആ നമ്മുടെ മിക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിൽക്കുക. ഓക്കെ, ബൈ, ടാറ്റാ.